കുളമേവിടയോ ബത്സയിദാ കുളമേവിടയോ ശാശ്വതരോഗ ശാന്തി നൽകും യേശുവേ നീ മാത്രമേ. കണ്ണു കാണാതെ ഞാനലഞ്ഞു, കൈകാൽ തളർന്നു ഞാൻ വലഞ്ഞു. കണ്ണു കാണാതെ ഞാനലഞ്ഞു, കൈകാൽ തളർന്നു ഞാൻ വലഞ്ഞു. എന്നിൽ ജീവശക്തി പകർന്നു കാണിക്കുകില്ലേ. ശീലോഹാക്കുളമേവിടയോ ബത്സയിദാ കുളമേ. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ പ്രയാസം? ഞാൻ പിറവിയിലൊരു അന്ധനാണ്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളും നിറങ്ങളും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിന് വെളിച്ചമേകാൻ കഴിവുള്ളൊരു മനുഷ്യൻ ഇവിടെ എവിടെയും ഉണ്ടെന്ന് ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ പേര് നസ്രായനാണെന്ന് തോന്നുന്നു. അതെ അതെ, നസ്രായനായ ക്രിസ്തു. ഞാൻ അവനെ തേടി ഇറങ്ങിയതാണ്. നിങ്ങൾ അവനെ അറിയുമോ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരാമോ? അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഞാൻ ആകെ ക്ഷീണിച്ച അവശനാണ്. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളുകളേറെയായി. എന്നൊന്ന് സഹായിക്കാൻ ആരുമില്ല, ആരും തന്നെ ഇല്ല. സമാധാനമായിരിക്കും. അല്ല, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും നിങ്ങളെപ്പോലെ ആ ക്രിസ്തുവിനെ തേടി ഇറങ്ങിയവനാണ്. വളരെ കാലമായി ആ മനുഷ്യനെ തേടി ഞാൻ അലയുകയാണ്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ കാഴ്ചയില്ല അല്ലേ? നിങ്ങൾക്കും ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? അല്ല സഹോദര, ഞാൻ കാഴ്ചയുള്ളവനാണ്. പക്ഷേ എൻ്റെ ഹൃദയ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇത് വെച്ചുകൊള്ളൂ. ഇത് ഞാൻ യേശുവിന് നൽകുവാൻ കൊണ്ടുവന്നതാണ്. സാരമില്ല, മറ്റൊരെണ്ണം കൂടി എൻ്റെ പക്കലുണ്ട്. വഴിയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. വളരെ നന്ദിയുണ്ട്. ശീലോഹാക്കുളമേവിടയോ ബത്സയിദാ കുളമേവിടയോ ശാശ്വതരോഗ ശാന്തി നൽകും യേശുവേ മാത്രമേ. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അർദ്ധബാൻ ക്രിസ്തുവിനെ തേടിയുള്ള തൻ്റെ യാത്ര തുടർന്നു. പല വാതിലുകളിലും മുട്ടി, പല സ്ഥലങ്ങളിലും പോയി, പലരോടും അന്വേഷിച്ചു. അവസാനം അദ്ദേഹം മറ്റൊരു സ്ഥലത്തെത്തി.
ദൈവമേ, ഇനിയും ഞാൻ എന്തു ചെയ്യും? എവിടെ ചെന്ന് ഞാനിനി അന്വേഷിക്കും? വർഷങ്ങൾക്ക് മുൻപ് എൻ്റെയും പാപപരിഹാരത്തിനായി ജനിച്ച ആ ക്രിസ്തുവിനെ ഒരു നോക്ക് കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എനിക്ക് മടുത്തു. എൻ്റെ ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു. എൻ്റെ ശരീരം മുഴുവനും ക്ഷയിച്ചു. എൻ്റെ കൈകാലുകൾക്ക് ബലമില്ലാതെയായി. ഇനിയും ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾ ഇങ്ങനെ വഴിയിൽ കിടക്കുന്നത്? നിങ്ങൾ അറിഞ്ഞില്ലേ? ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾ പറയാൻ വന്നത്? നിങ്ങൾ അറിഞ്ഞില്ലേ? അവനെ അവർ ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോയി. യഹൂദന്മാർ, ആ ദുഷ്ടന്മാർ ആ പാവം മനുഷ്യനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്താണ് നിങ്ങൾ പുലമ്പുന്നത്? ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? അവർ ക്രിസ്തുവിനെ ക്രൂശിച്ച് കൊല്ലുവാനായി കൊണ്ടുപോയി. എല്ലാവരും അവിടേക്ക് പോയിരിക്കുകയാണ്. ഞാനും ഇതാ പോവുകയാണ്. എന്തു പറഞ്ഞു? നിൽക്കൂ, നിങ്ങൾ എന്തു പറഞ്ഞു? ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയെന്നോ? ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചു നടന്ന ക്രിസ്തുവിനെയോ ആ ദുഷ്ടന്മാർ എന്തിനിത് ചെയ്യുന്നു? ഇല്ല ഇല്ല, എനിക്കെന്റെ ക്രിസ്തുവിനെ കാണണം. എന്റെ രക്ഷകനെ എനിക്കൊന്ന് കാണണം. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് എനിക്ക് അവനെ രക്ഷിക്കണം. കർത്താവേ, ഞാൻ ക്ഷീണിതനായി പോയല്ലോ. ഒരു കാലെടുത്ത് വെച്ച് നടക്കാൻ പോലും കഴിയാത്തവൻ. കർത്താവേ, എങ്കിൽ ഞാൻ പോകുന്നു. നിൽക്കൂ, നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ക്രിസ്തുവിനെ ആ യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കണം. ഇത് ഞാൻ ക്രിസ്തുവിന് സമ്മാനമായി നൽകുവാൻ സൂക്ഷിച്ചു വെച്ചതാണ്. കൊണ്ടുവന്നതല്ല, തന്നെ പലർക്കും കൊടുത്ത് ഞാൻ നഷ്ടപ്പെടുത്തി. ഇത് വിലയേറിയ പവിഴമാണ്. വളരെ വിലപിടിപ്പുള്ളതാണ്. ഇത് ഉപകരിക്കും അവനെ രക്ഷിക്കുവാൻ. ഇത് നീചന്മാരായ ഭടന്മാർക്കും പരീക്ഷന്മാർക്കും നൽകി എന്റെ യേശുവിനെ രക്ഷിക്കണം. ഞാൻ ശരീരം ക്ഷയിച്ച ഒരു വൃദ്ധനാണ്. എനിക്ക് വേണ്ടി നീ ഉപകാരം ചെയ്യണം. എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ രക്ഷിക്കണം. ശരി, ഞാൻ ആവുന്നതെല്ലാം ചെയ്യാം. അതിദാരുണമായൊരുവൻ ബഹുപാടുകൾ ഏറ്റിടുവാൻ കുരിശും ചുമന്നേറിടുന്നു. എനിക്കായി മരക്കുരിശിൽ അതിദാരുണമായൊരുവൻ ബഹുപാടുകൾ ഏറ്റിടുവാൻ കുരിശും ചുമന്നേറിടുന്നു. ഗതസമന തോട്ടത്തിൽ പിതൃഹിതമതു നിറവേറാൻ. ഗതസമന തോട്ടത്തിൽ
കർത്താവേ, ഞാൻ എത്ര പാപിയാണ്. നിന്നെ ഒന്ന് കാണുക, നിന്റെ തിരുമുഖം ഒന്ന് ദർശിക്കുക എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എത്ര കാലം ഞാൻ നിന്നെ തേടി അലഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിനക്ക് നൽകുവാൻ കൊണ്ടുവന്ന വിലയേറിയ സമ്മാനങ്ങളെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. ഇനിയും എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഞാൻ വെറുതെ മൃദുപ്രായനുമായി തീർന്നു. കർത്താവേ, നിന്നെ ഒന്ന് കാണുക, എന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക എനിക്ക് കഴിയുമോ? അയ്യോ, ഞാൻ തളരുന്നു. കർത്താവേ, ദൈവമേ. ആർത്തവാൻ ആരോ എന്നെ വിളിക്കുന്നല്ലോ. നീ എന്നെ ഇത്രനാൾ തിരഞ്ഞു നടക്കുകയായിരുന്നു. എന്നാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞാനാണ് നീ അന്വേഷിച്ച ക്രിസ്തു, ഈ ലോകത്തിന്റെ രക്ഷകൻ, ബത്ലഹേമിൽ പിറന്നവൻ. കർത്താവേ, ഞാനൊരു മഹാപാപിയാണ്. എത്ര നാൾ നിന്നെ തേടി ഞാൻ അലഞ്ഞു. അങ്ങയെ ഒന്ന് കണ്ടെത്തുവാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങേക്ക് നൽകുവാൻ കൊണ്ടുവന്നതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. ഇന്ന് എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. നീ അനുഭവിച്ച കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അറിയുന്നു. അതെല്ലാം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. പടയാളികളുടെ കയ്യിൽ നിന്നും ആ പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചതും കുരുടന് സഹായഹസ്തം നീട്ടിയതും എന്നെ തേടിയുള്ള നിന്റെ യാത്രയിലെ ദുരിതങ്ങളും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം എല്ലാം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. ഈ ചെറിയവനിൽ ഒരുവന് വേണ്ടി നീ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി തന്നെ നീ ചെയ്തിരിക്കുന്നു. മകനെ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവേ, ദൈവമേ. മനതാരിൽ മണിമേട തീർക്കുവാനണയും വരദാനദായക യേശുദേവായ, നീ എന്നിലറിയുന്ന സ്വർഗീയ നിമിഷങ്ങൾ നിർവൃതിദായകം പരമോന്നതം, നിർവൃതിദായകം പരമോന്നതം. ഒരു ക്രിസ്തുമസ് കൂടി നമ്മളെ വിട്ടു പോവുകയാണ്. ക്രിസ്തുമസ് ഇന്ന് പലരിലും ആഘോഷങ്ങളുടെയും ഉല്ലാസത്തിൻ്റെയും ഉത്സവമാണ്. ക്രിസ്തുവിൻ്റെ ജനനം ഒരാചാരമായി കരുതുന്നവരല്ലേ നമ്മൾ? എൻ്റെയും നിൻ്റെയും വീണ്ടെടുപ്പിനായി പിറന്ന ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേമിൽ ജനിച്ചു. 2010 ആ മഹാസംഭവത്തെ നാം ക്രിസ്തുമസായി ആഘോഷിക്കുമ്പോൾ, സ്നേഹിത, ഒന്ന് ചോദിക്കട്ടെ, ഈ ക്രിസ്തു നിന്നിൽ എന്നിൽ ജനിക്കുന്നില്ല എങ്കിൽ ഈ ക്രിസ്തുമസ് കൊണ്ട്, ഈ ആഘോഷങ്ങൾ കൊണ്ട് എന്തു പ്രയോജനം?
പടിഞ്ഞാറ്റിടം. നിങ്ങളുടെ മുമ്പിൽ ഈ കഥാപാത്രങ്ങളെ കാഴ്ചവെച്ചത് ഹേരോദ രാജാവ് വർഗീസ് കല്ലുവെട്ടാൻകുഴിയിൽ, സേനാപതി കളത്തൂർ തോമസ് വർഗീസ്, ശാസ്ത്രി മോൻസി കുര്യാക്കോസ്, വിദ്വാൻമാർ ഡെൽവിൻ സോളമൻ ടിനു, പടയാളി ബിബിൻ കൊടുവത്ത്, സ്ത്രീ കഥാപാത്രങ്ങൾ ആഷ്ലി മെറിൻ സാം, സാര സാം, ബ്ലൈൻഡ് മാൻ ജോസ് ജോൺ തെങ്ങുംപ്ലാക്കൽ, ആർദബാൻ രാജേഷ് വർഗീസ്, സംഗീതം സാജു ക്രസൻഡോ, ലിറിക്സ് ജേക്കബ് ജോസഫ് കാനഡ, രചനാ സംവിധാനം ഡോക്ടർ സാം ജോസഫ് പടിഞ്ഞാറ്റിടം. താങ്ക് യു.